ലോക ജിയോ പൊളിറ്റിക്സിൽ ഏറെ മാറ്റവും അതുപോലെ തന്നെ സൂക്ഷ്മതയോടുള്ള നിരീക്ഷണത്തിനും വഴിവെക്കുന്ന തരത്തിലുള്ള ഒരു സന്ദർശനമാണ് ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ റഷ്യ സൗഹൃദ ഉച്ചകോടിയുടെ 23ാം പതിപ്പാണ് ഇതെങ്കിലും അതിനപ്പുറമുള്ള നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. തന്നെയല്ല, അവരുടെ ഊഷ്മളമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു പ്രതീകമെന്നുള്ള നിലയിൽ വിമാനത്താവളത്തിലെത്തി നരേന്ദ്രമോദി സ്വീകരിച്ചപ്പോൾ വ്ളാദിമിർ പുടിൻ തൻ്റെ ഔദ്യോഗിക വാഹനമായിട്ടുള്ള ഔറസ് സെനറ്റ് അത് ഉപേക്ഷിച്ചുകൊണ്ട് മോദിയുടെ ഔദ്യോഗിക വാഹനമായ ടൊയോട്ട ഫോർച്യൂണിൽ കയറിയാണ് വന്നത്. സമാനമായ ഒന്നായിരുന്നു ഷാങ്ഹായ് ഉച്ചകോടി ചൈനയിൽ നടന്നപ്പോൾ ഇരുവരും ഷാങ്ഹായ് ഉച്ചകോടി നടക്കാനിരിക്കെ ഇവർ രണ്ടും സംബന്ധിക്കുന്ന ഒരു മീറ്റിങ്ങിൽ ഇവരെത്താൻ വൈകിയതുകൊണ്ട് മീറ്റിംഗ് താമസിച്ചു. കാരണം ഇവർ കാറിലിരുന്ന് സംഭാഷണങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുകയായിരുന്നു. അപ്പോൾ ഈ ഒരു ഊഷ്മളമായിട്ടുള്ള ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ബ്രഷ്നേവിൻ്റെ കാലത്ത് ഇന്ദിരാഗാന്ധി ഒക്കെ ഉണ്ടായിരുന്നത് പോലൊരു ബന്ധം, ആ ബന്ധം ലോക ജിയോ പൊളിറ്റിക്സിൽ ആഗോള രാഷ്ട്രീയത്തിൽ എന്ത് ചലനങ്ങൾ ഉണ്ടാക്കും, നമുക്ക് സമീപത്തുമുള്ള രാഷ്ട്രങ്ങളിൽ എന്ത് ചലനം ഉണ്ടാക്കും? റഷ്യയുമായിട്ട് ഇന്ത്യ ഉണ്ടാക്കിയ ബന്ധം എന്ന് പറയുന്നത് ഈ അടുത്ത് ഉണ്ടാക്കിയ ബന്ധമല്ല. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഉള്ള കാലം മുതൽ തന്നെയുള്ള വളരെ സുദൃഢമായിട്ടുള്ളൊരു ബന്ധമാണ്. നെഹ്റുവിൻ്റെ ഭരണകാലം മുതൽ അത് വ്യക്തമാണ്. നെഹ്റു ഈ കാര്യത്തിൽ റഷ്യയോട് വളരെയധികം അടുത്ത നിലപാടെടുക്കുകയും അതിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യലിസ്റ്റ് കൺസെപ്റ്റുകളെല്ലാം ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ നെഹ്റുവിൻ സോഷ്യലിസം എന്ന് പറയുന്ന ഒരു വാചകം കൊണ്ടു നടന്നിരുന്നു എന്നുള്ളതാണ്. റഷ്യയുടെ പഞ്ചവത്സര പദ്ധതികളാണ് നമ്മളുടെ പഞ്ചവത്സര പദ്ധതികൾക്ക് വഴികാട്ടിയത്. അതൊക്കെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ മെച്ചങ്ങളും ഒക്കെ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. അന്ന് മുതൽ തന്നെ ഈ ആയുധത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ സഹായിക്കുന്ന രീതി റഷ്യ തുടർന്നിരുന്നത്. നമുക്ക് പല സ്ഥലത്തും ആയുധങ്ങൾ വാങ്ങാം, പക്ഷേ റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുമ്പോൾ ഒരു ഗുണമുണ്ട്. ആ ആയുധങ്ങൾ നമുക്ക് നൽകുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ സാങ്കേതിക വിദ്യ കൂടി നമുക്ക് നൽകാൻ അവർ തയ്യാറാണ്. അതൊരു വലിയ കാര്യമാണ്, വലിയ നേട്ടമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഈ ക്രയോജനിക് എഞ്ചിനുകളൊക്കെ ഉണ്ടാക്കുന്നത് പോലും റഷ്യയുടെ സഹായത്തോടു കൂടിയാണ്. നമ്മുടെ ഈ റോക്കറ്റ് വിക്ഷേപണത്തിൻ്റെ കാര്യത്തിലും മറ്റുമൊക്കെ നമുക്ക് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ അവരുടെ സാങ്കേതിക സഹായങ്ങൾ, സാങ്കേതിക ഹസ്തങ്ങൾ നമുക്ക് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പോൾ തന്നെ പാകിസ്ഥാനുമായിട്ട് നാം നടത്തിയ യുദ്ധത്തിൽ നമ്മുടെ വിജയത്തിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് റഷ്യയുടെ ആയുധങ്ങൾ തന്നെയാണ്. ഏതാണ്ട് 36% ആയുധങ്ങളും നമ്മൾ റഷ്യയിൽ നിന്നാണ് വാങ്ങുന്നത്. അപ്പോൾ എത്രയോ നല്ല ബന്ധമാണ് ആയുധ വിനിമയത്തിൻ്റെ കാര്യത്തിൽ റഷ്യയും അതേപോലെ ഇന്ത്യയും തമ്മിൽ പുലർത്തുന്നത്. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണല്ലോ റഷ്യൻ എണ്ണ എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ഒഴുകുകയും അത് പിന്നീട് അമേരിക്കയ്ക്ക് വലിയ തരത്തിലുള്ള ഇന്ത്യയോടുള്ള അവരുടെ അതൃപ്തിക്ക് കാരണമാക്കുകയൊക്കെ ചെയ്തു. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിലൊക്കെ വായിക്കും. നമ്മൾ കരുതിയത് എന്താണെന്ന് വെച്ചാൽ ട്രംപും അതേപോലെ തന്നെ മോദിയും തമ്മിലുള്ള ബന്ധം മൈ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് നിലക്ക് പോകുന്നതായിരുന്നെങ്കിൽ പോലും പല നിർണായക ഘട്ടങ്ങളിലും ഈ ട്രംപ് നമുക്കിട്ട് പണിയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ അങ്ങനത്തെ ഒരു സമീപനം ഒരിക്കലും റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. റഷ്യ എപ്പോഴും സഹായിച്ചിട്ടുള്ളൂ. ആ സഹായം വളരെ ദീർഘമായ കാലത്തേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഉടമ്പടിയിലേക്കാണ് പുടിൻ്റെ ഈ സന്ദർശനം വഴിവെക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അത് കൂടാതെ ഇപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഒരു ആണവ അന്തർവാഹിനി ഇന്ത്യ പാട്ടത്തിനെടുക്കുകയാണ്. 2 വർഷത്തിനകം ഇത് കിട്ടും. കാരണം അത് വളരെ കോടികൾ വിലയുള്ള ബന്ധമാണ്. കാരണം ആണവവും കൂടെ ചേർന്നാണ് ഏത് കപ്പലിനെയും നശിപ്പിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഇതാണ് റഷ്യയുടെ കരുത്തെന്ന് പറഞ്ഞത്. യൂറോപ്പ് ഭയക്കുന്നത് ഇതുകൊണ്ടാണ്, പോളണ്ട് ഭയക്കുന്നത് ഇതുകൊണ്ടാണ്. റഷ്യയുടെ കരുത്ത് ഇതാണ്. ആയുധങ്ങൾ കൊണ്ട് എവിടെ വെച്ച് വേണമെങ്കിലും എന്തും ചെയ്യാനുള്ള ശക്തി അവർക്കുണ്ട്. എല്ലാവരും പറയുന്നത് യുക്രൈൻ റഷ്യ യുദ്ധമാണ്. വാസ്തവത്തിൽ യുദ്ധമല്ലത്, ലിമിറ്റഡ് മിലിറ്ററി ഓപ്പറേഷൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. റഷ്യൻ ഭാഷ സംസാരിക്കുന്ന പ്രദേശങ്ങൾ റഷ്യൻ ഭാഷ സംസാരിപ്പിക്കാതെ യുക്രൈനോടും യൂറോപ്പിനോടും ഒക്കെ ചേർക്കാനുള്ള ശ്രമത്തിനെതിരെയുള്ള ലിമിറ്റഡ് ആക്ഷനാണ് അവർ നടത്തുന്നത്. ഇപ്പോൾ യുദ്ധം ചെയ്യാനാണെങ്കിൽ ആളുകളെയൊക്കെ ഒന്ന് ഈസി ആയിട്ട് യുക്രൈൻ റഷ്യയുടെ കരടിയുടെ കയ്യിലായിപ്പോയിനെ. അങ്ങനെയല്ല അവിടെ നടക്കുന്നത് എന്ന് പറയുന്നത് പോലെ എന്തിനേയും അമേരിക്കയും പേടിക്കേണ്ട കാര്യമൊന്നും റഷ്യയ്ക്കില്ല. വാസ്തവത്തിൽ ആയുധങ്ങളുടെ കാര്യത്തിൽ നമ്പർ 1 തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു പ്രൊട്ടക്ഷനാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധി നേരെ റഷ്യയിലേക്ക് പോയി റഷ്യയുമായിട്ട് കരാർ ഒപ്പിടുകയാണ്. ഇൻഡോ സോവിയറ്റ്
സഹകരണ കരാർ എന്നാണ് ആ കരാറിന് പേരിട്ടത്. അതാണ് വാസ്തവത്തിൽ ഇന്ത്യക്ക് ഗ്യാരണ്ടി ആയത്. അമേരിക്കയുടെ പടക്കപ്പൽ വന്നപ്പോൾ റഷ്യ അവരുടെ പടക്കപ്പൽ അയച്ചു നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി. ഐക്യരാഷ്ട്രസഭയിൽ അമേരിക്ക പ്രമേയം കൊണ്ടുവന്ന് ഇന്ത്യയെ എതിർത്ത് പുറത്താക്കാൻ നോക്കിയപ്പോൾ അവർ വീറ്റോ ചെയ്തു. ഇങ്ങനെയൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുള്ള ഒരു രാഷ്ട്രമാണ്. എന്നും നമ്മൾ നന്ദിയോടെ ഓർക്കേണ്ട ഒരു രാഷ്ട്രം. പക്ഷേ ഇപ്പോൾ റഷ്യയിലും ഇല്ല പഞ്ചവത്സര, മാഷ് പറഞ്ഞ പഞ്ചവത്സരത്തിൽ ഇന്ത്യയിലും ഇല്ല പഞ്ചവത്സര പദ്ധതി. അതിനൊക്കെ നമ്മൾ നിതി മാറിപ്പോയി അല്ലേ? അങ്ങനെ മാറിപ്പോയി. പക്ഷേ സൗഹൃദം, അതെ, കമ്മ്യൂണിസം പോയി, പക്ഷേ സൗഹൃദം, ഇവിടെ കമ്മ്യൂണിസം പോയി, പക്ഷേ സൗഹൃദം ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അതാണ് അവിടെ സോവിയറ്റ് റഷ്യ എന്ന നിലക്ക് നിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടവും അതേപോലെ തന്നെ സംവിധാനങ്ങളൊക്കെ തകർന്ന് തരിപ്പണമായിപ്പോയി. ഇവിടെ കോൺഗ്രസും ഏതാണ്ടൊക്കെ അതേപോലെ തരിപ്പണമായ ഒരവസ്ഥയിലാണ്. പക്ഷേ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അന്നത്തേതുപോലെ തന്നെ ഇന്നും തുടരുകയും കൂടുതൽ അത് ഊഷ്മളമായി മാറുകയും ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് ഓരോ രാഷ്ട്രത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലത് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഈ ആയുധങ്ങളുടെ കാര്യം പറയുന്ന കൂട്ടത്തിൽ ഇപ്പോൾ റഷ്യയുമായിട്ടുള്ള സഹകരണത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നു. അവരുടെ ലക്ഷ്യം കഴിഞ്ഞ ദിവസം പെസ്കോവ് എന്ന് പറയുന്ന പ്രസ് സെക്രട്ടറി, റഷ്യയുടെ പ്രസ് സെക്രട്ടറി തന്നെ പറഞ്ഞിരുന്നു, നമ്മളുടെ ഈ ചർച്ചകളുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യയിലേക്കുള്ള എണ്ണ കയറ്റുമതി കൂട്ടുക എന്നുള്ളതാണ്. ഈ കാര്യത്തിലാണ് 50% ചുങ്കം ഉയർത്തിക്കൊണ്ടൊരു ചുങ്ക യുദ്ധം ഇന്ത്യക്കെതിരെ ട്രംപ് കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് തീർച്ചയായിട്ടും മോദിയും പിന്മാറത്തില്ല, പുടിനും പിന്മാറത്തില്ല. ഇന്ത്യയിലേക്കുള്ള റഷ്യയുടെ എണ്ണ കയറ്റുമതിക്ക് അനുകൂലമായ സാഹചര്യം ഇത്രയും സൗഹൃദ ബന്ധമുള്ള ഒരു രാഷ്ട്രവുമായിട്ട് തീർച്ചയായിട്ടും ഒപ്പിടും. അപ്പോൾ അമേരിക്കയുടെ എല്ലാം അതിൻ്റെ പ്രതികരണങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഒപ്പിടാൻ. അപ്പോൾ ഒപ്പിട്ട് കഴിയുമ്പോൾ ഇനിയും ചിലപ്പോൾ ചുങ്കം വീണ്ടും കൂട്ടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ട്രംപ് വീം പഠിച്ചുകൊണ്ട് നടക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യക്ക് 300% ചുങ്കം ഏർപ്പെടുത്തുമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിച്ചതെന്നാണ് ഇപ്പോൾ വലിയ വാചകം ഓടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ കരാർ ഒപ്പിടും. ഇത് മാത്രമല്ല, റഷ്യയിലേക്ക് ഇന്ത്യൻ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് പോകാനുള്ള അവസരം കൂടാണ് വരുന്നത്. ഇവിടെ ഇന്ത്യക്ക് വലിയ നേട്ടമാണത്, ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമാണ്. തൊഴിലില്ലാത്തവർക്ക് അവിടെ തൊഴിൽ കൊടുക്കാനുള്ള സംവിധാനം കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ആളുകൾ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇൻ്റർനാഷണലി എങ്ങനെയായിരിക്കും? അതായത് റഷ്യക്ക് ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്. റഷ്യ അത് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു. നമ്മൾ നേരത്തെ ഗൾഫിലേക്ക് ആളുകളൊക്കെ വിട്ടിരുന്ന പോലെ റഷ്യയിലേക്ക് ആളുകളൊക്കെ നേരത്തെ. പക്ഷേ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്ന സമയത്ത് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. ഒരുപാട് പേര് റഷ്യയിലേക്ക് പോയിരുന്നു എന്നുള്ളതായിരുന്നു നമുക്കറിയാം. പക്ഷേ അതൊക്കെ പഠിത്തത്തിന് വേണ്ടി മാത്രമായിരുന്നു, ജോലി എന്നുള്ളതായിരുന്നില്ല. അത് മാറി എന്നുവെച്ചാൽ ഇങ്ങനെ നൂറ്റാണ്ട് മാറുന്നതിനനുസരിച്ചിട്ട് ഉണ്ടാകുന്ന കാഴ്ചപ്പാടുകളിൽ വരുന്ന വ്യത്യാസം, ആവശ്യങ്ങൾ, നെസസിറ്റി എന്ന് പറയുന്നതിന് വേരിയേഷൻസ് ഉണ്ടാകുന്നു. അവർക്കിപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ആവശ്യമാണ്, നമ്മൾ ആളുകളെ അങ്ങോട്ട് വിടാൻ തയ്യാറാവും. അതുപോലെ എണ്ണയുടെ കാര്യത്തിൽ എണ്ണ അത് അവർക്കെതിരെ യൂറോപ്പ് മുഴുവനും അല്ലെങ്കിൽ യൂറോപ്പും അമേരിക്കയും എണ്ണ പ്രതിരോധം സൃഷ്ടിച്ച സമയത്ത് അവരതിനെ മറികടക്കാനുള്ള മാർഗം കണ്ടെത്തി. ആ മാർഗം ഒന്ന് ഇന്ത്യയിലേക്ക് മാത്രമല്ല, ചൈന ആർക്കും വേണമെങ്കിൽ എണ്ണ തരാം, നിങ്ങളുടേതായ ഡോളറിന് പൊളിച്ചു എന്നുള്ളതാണ് അതിനകത്ത് റഷ്യ ഉണ്ടാക്കിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത്. ഡോളറിന്റെ ആധിപത്യം തകർത്ത് കളഞ്ഞു. അതായത് അതാത് രാഷ്ട്രത്തിന്റെ കറൻസി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എണ്ണ തരുന്നതാണ്. അങ്ങനെ എണ്ണ കച്ചവടത്തിൽ അവർ മുന്നേറുകയും യൂറോപ്പിന്റെ പ്രതിരോധത്തെ പൊളിച്ചു കളയുകയും ചെയ്യും. ഇപ്പോൾ ഈ ഇന്ത്യയും അതേപോലെ തന്നെ US തമ്മിൽ ഉള്ള ബന്ധങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിനേക്കാൾ കുറേം കൂടി ദൃഢമായിട്ടും കുറേം കൂടി ദീർഘകാലത്തേക്ക് നിൽക്കുന്ന തരത്തിലുള്ള പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുടിൻ ഇവിടെ എത്തിച്ചേരുന്നു. പുടിൻ ഇന്ത്യയെ ആവശ്യമാണ്, ഇന്ത്യ സഹായിക്കും, അതുപോലെ ഇന്ത്യ ആവശ്യമാണ്. നമുക്ക് ഏത് തരത്തിലുള്ള ആയുധങ്ങളും തരും, ആ ആയുധങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സാങ്കേതിക വിദ്യയും തരും. അതിൻ്റെ വലിയ മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവരുടെ സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾ മാത്രമല്ല, നമ്മൾ യഥാർത്ഥത്തിൽ അവർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രമായി മാറുന്നു എന്നുള്ളതാണ്. കാരണം ഈ സാങ്കേതിക വിദ്യ കൊണ്ട് കുറെ കഴിയുമ്പോൾ നമുക്ക് അവരുണ്ടാക്കുന്നത് അതേ ആയുധങ്ങൾ ഉണ്ടാക്കാൻ, അതിനേക്കാൾ മികച്ച ആയുധങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രയേലിൻ്റെ അയൺ ഡോമിന് വെല്ലുന്ന തരത്തിലുള്ള സാധനം നമ്മൾ നിർമ്മിച്ചു, അത് പാകിസ്ഥാനെതിരെ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചു. അത് റഷ്യയുടെ സഹായത്താലായിരുന്നു അല്ലേ? ഇപ്പോൾ എന്താണ് ആ S-400 അല്ലേ? അത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അയൺ ഡോം പരാജയപ്പെടുന്നിടത്ത് പോലും അപരാജിതമായിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ആയുധമായിട്ട് ഇനി വികസിപ്പിക്കാൻ കഴിഞ്ഞത് ഇന്ത്യയും അതേപോലെ തന്നെ റഷ്യയും തമ്മിലുള്ള സാങ്കേതികമായിട്ടുള്ള സഹകരണത്തിന്റെ അടിസ്ഥാനത്തിൽ. ഇങ്ങനെ സാങ്കേതിക വിദ്യ മികച്ചതാക്കി മാറ്റാനായിട്ട് കഴിയുന്നു എന്നുള്ളത് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള സൗഹൃദത്തിന്റെ വലിയ നേട്ടമാണ് എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്.
ഇപ്പം എന്തായാലും പുടിൻ ഇവിടെ വരുന്നത് ഇന്ത്യക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. 2, അമേരിക്കയുടെ ഏത് പ്രതിരോധത്തെയും വെല്ലുവിളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബന്ധം നമുക്കുണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ ലോകത്തെ കാണിച്ചു കൊടുത്തു. ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യ ഒരു പ്രധാന ശക്തിയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യ, ചൈന, റഷ്യ എന്ന് പറയുന്ന ഒരു ത്രയം പുതിയ ലോകക്രമത്തിന്റെ ശാക്തി കച്ചേരിയായിട്ട് മാറുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ സഹായകരമായിട്ടുള്ള ഒരു സംവിധാനമാണ് അദ്ദേഹത്തിന്റെ വരവെന്നുള്ള രീതിയിൽ. അതെ, ഇതിലിപ്പോൾ നമ്മൾ പറയാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു മാറ്റം വന്നിരിക്കുന്നത് ഇന്ത്യയിൽ റഷ്യയുടെ പട്ടാളം വന്നിട്ട് അവരുടേതായിട്ടുള്ള മിലിറ്ററി സ്റ്റേഷൻ സ്ഥാപിക്കും. അതുപോലെ തന്നെ ഇന്ത്യൻ പട്ടാളം അവിടെ പോയി മിലിറ്ററി സ്റ്റേഷൻ സ്ഥാപിക്കും. മിലിറ്ററി സ്റ്റേഷൻ സ്ഥാപിക്കുക എന്ന് പറഞ്ഞ് ചുമ്മാ അത് സന്ദർശനത്തിന് പോകുന്നതല്ല. വേണ്ടി വന്ന യുക്രൈൻ യുദ്ധത്തിൽ വേണമെങ്കിൽ ഇന്ത്യൻ പട്ടാളം വിടപെടും. ഇപ്പം നമുക്കറിയാം, നമ്മുടെ യുവാക്കൾ തൊഴിലില്ലാതെ കഷ്ടമുണ്ട്. അവർ പോയി യുദ്ധം ചെയ്തിട്ട് പലപ്പോഴും അവരെ മരിക്കുന്നുണ്ട്, ചിലർ പരിക്കേറ്റ് കിടക്കുന്നുണ്ട്. റഷ്യ അവരെല്ലാം എത്തിച്ചു തരാനുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. കാരണം റഷ്യക്കാരുടെ അവർക്കിപ്പോൾ പണ്ടത്തെ വരെ 2ാം ലോക മഹായുദ്ധത്തിലെ പോലെ യുദ്ധത്തിൽ ഇടപെടാൻ താല്പര്യമില്ല. അവർ ഏറെക്കുറെ സമ്പന്നരാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പോകാനുള്ള താല്പര്യമൊന്നുമില്ല. യുദ്ധത്തിൽ പട്ടാളക്കാരായിട്ട് പോയി മരിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. പക്ഷേ ഇന്ത്യൻ പട്ടാളം തന്നെ വ്യൂഹമായിട്ട് അവിടെ ചെന്ന മിലിറ്ററി ഇൻസ്റ്റലേഷൻസിൽ അവർ അവിടെ താമസിച്ചുകൊണ്ട് അങ്ങനെ റഷ്യൻ പട്ടാളം ഇവിടെയും. കാരണം ഇതൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം ബംഗ്ലാദേശോ അങ്ങനെയുള്ള രാഷ്ട്രങ്ങളോ വന്നു കഴിഞ്ഞാൽ അവരോടൊപ്പം ഇന്ത്യയോടൊപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ റഷ്യയുണ്ടാവും. അതുപോലെ യുക്രൈനിൽ, അതല്ല പോളണ്ടിൽ, അല്ലെങ്കിൽ നോർവേയിൽ നിന്നൊരു ഭീഷണി വന്നു കഴിഞ്ഞാൽ അതിനോടൊപ്പം യുദ്ധം ചെയ്യാൻ അവരും ഉണ്ടാവും. അങ്ങനെ ഒരു പാക്റ്റ് ഇപ്പോൾ ഒപ്പിടാൻ പോകുന്നുണ്ടോ എന്ന് പറയുന്നു. അതും തീർച്ചയായിട്ടും വലിയൊരു മാറ്റം തന്നെയാണ് ഇതുവരെ. അല്ല, എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനും അതേപോലെ തന്നെ ബംഗ്ലാദേശും തുർക്കിയും ഒക്കെ കൂടി ചേർന്നിട്ട് ഇന്ത്യക്ക് എതിരെ നിൽക്കുന്ന ഒരു നീക്കമുണ്ടല്ലോ, ആ നീക്കത്തെ പ്രതിരോധിക്കാൻ തന്നെയാണ് ഈ സൈനികമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എക്സ്ചേഞ്ച്. നേരത്തെ അതിനെക്കുറിച്ച് അങ്ങനെ ആലോചിച്ചിരുന്നല്ലോ. ഇപ്പം ഈ മിലിറ്ററി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു പുതിയ സംഭവമാണ്. ആ സംഭവം തീർച്ചയായിട്ടും ഈ തുർക്കി, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അച്ചുതണ്ട് നമുക്കെതിരെ രൂപം കൊള്ളുമ്പോൾ അതിനെതിരെ നല്ലൊരു പ്രതിരോധം അതിൽ അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു നല്ല ബന്ധവും കുറച്ചുകൂടി ഇന്ത്യക്ക് ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള ആ ഒരു സൗഹാർദ്ദം. തീർച്ചയായിട്ടും നമുക്കെന്നും ഒരു രക്ഷയുടെ കുടയായിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ശക്തമായിട്ടുള്ള കുറച്ചുകൂടി വിശാലമായിട്ടുള്ളൊരു കുടയായിട്ട് അത് നിവർന്നു നിൽക്കാനുള്ള സാധ്യതകളിലേക്കാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിടുന്ന കരാറുകൾ, ഇങ്ക് ചെയ്യുന്ന കരാറുകൾ ഇപ്പോൾ പോകുന്നതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.